വയനാട് മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം നിലമ്പൂരിൽ തുടരും. രാവിലെ 10 മണി മുതൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ പൗരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് അരീക്കോടാണ് ഇന്നത്തെ റോഡ് ഷോ. വിവരങ്ങളുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, ഇന്ന് റോഡ് ഷോ ആരംഭിക്കാൻ പോകുന്നത് നിലമ്പൂരിൽ നിന്നാണ്. വിശദാംശങ്ങൾ. നിലമ്പൂരിൽ നിന്നാണ് കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിക്കുന്നത്. നിലമ്പൂര് രാവിലെ തന്നെ 10 മണിയോടെ വിവിധ പൗരപ്രമുഖരെ കണ്ടുകൊണ്ട് താൻ ഇങ്ങോട്ട് വന്നത് അറിയിക്കുകയും അതുപോലെ തന്നെ അവരോട് സ്നേഹം പങ്കുവെക്കുകയും ചെയ്യും. അത്തരത്തിലായിരിക്കും ഇന്ന് കെ സുരേന്ദ്രന്റെ യാത്ര ഇന്ന് ആരംഭിക്കുക. അതിനുശേഷം നിലമ്പൂർ കോവിലകത്തെത്തും. കോവിലേക്ക് ചെന്നതിന് ശേഷം അവിടെ അനുഗ്രഹം വാങ്ങും. അതിനുശേഷമാണ് ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞതോടെ പിന്നീട് ഏറനാട് മണ്ഡലത്തിലും ഇത്തരത്തിൽ പൗരപ്രമുഖരെ കാണുകയും അവരുടെ കൂടെ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യും. തുടർന്നാണ് പിന്നീട് അരീക്കോട് എത്തുക. അരീക്കോട് എത്തിയതിനു ശേഷമാണ് അവിടെ കൃത്യം 4 മണിക്കായിരിക്കും റോഡ് ഷോ ആരംഭിക്കുക. കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ നിലമ്പൂർ എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സ്വീകരണമാണ് NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് മോദി ഗവൺമെന്റിന്റെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കാഴ്ചവെച്ചായിരിക്കും തങ്ങൾ പ്രചരണത്തിനിറങ്ങുക എന്നുള്ളതാണ് NDA സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത്തരത്തിലുള്ള ഒരു പ്രചരണമായിരിക്കും BJPയും അതുപോലെ തന്നെ NDAയും ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുക. മാത്രമല്ല ഇപ്പോഴുള്ള സർക്കാരിന്റെ ചില പ്രശ്നങ്ങളടക്കം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വീണയുടെ അടക്കമുള്ള മാസപ്പടി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ NDA സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പര്യടനം നടക്കുക. നേരത്തെ തന്നെ കൽപ്പറ്റയിലും വലിയ സ്വീകരണമാണ് കെ സുരേന്ദ്രന് ലഭിച്ചത്. അതായത് വയനാട് മണ്ഡലത്തിൽ തീപാറുന്ന പോരാട്ടമാണ് ഇത്തവണ നടക്കുകയെന്നാണ് വോട്ടർമാരടക്കം അല്ലെങ്കിൽ നാട്ടുകാരടക്കം പറയുന്നത്. അതായത് 3 ശക്തരായ സ്ഥാനാർത്ഥികളാണുള്ളത്. ഒന്ന് രാഹുൽ ഗാന്ധിയാണ്, UDFന്റെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ്, LDFന്റെ സ്ഥാനാർത്ഥി ആനി രാജയാണ്. അത്തരത്തിൽ ആ ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോഴാണ് BJPയും അല്ലെങ്കിൽ NDAയും തങ്ങൾക്ക് അത്രയും തുല്യശക്തരായ ഒരാളെ അവിടേക്ക് ഇറക്കുന്നത്. സംസ്ഥാന അധ്യക്ഷനെ തന്നെ കെ സുരേന്ദ്രനെ തന്നെ വയനാട്ടിലേക്ക് ഇറക്കുന്നത്. അത്തരത്തിൽ തീപാറുന്ന ഒരു പോരാട്ടമായിരിക്കും വയനാടിൽ സാക്ഷ്യം വെക്കുക. കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിൽ ആരംഭിച്ച ഈ തെരഞ്ഞെടുപ്പ് പര്യടനം പിന്നീട് മാനന്തവാടി വള്ളിയൂർക്കാവിലെത്തി വള്ളിയൂരമ്മയുടെ അനുഗ്രഹം വാങ്ങിയതിന് ശേഷമാണ് കെ സുരേന്ദ്രൻ തന്റെ പര്യടനം വീണ്ടും ആരംഭിച്ചത്. അതിനുശേഷമാണ് പിന്നീട് ഈ നിലമ്പൂരിലേക്ക് എത്തിയത്. നിലമ്പൂരിലെത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് നിലമ്പൂർ നേരത്തെ ഈ 2-3 മണ്ഡലങ്ങൾ മലപ്പുറത്തോട്ട് ചേർന്ന് കിടക്കുന്ന ഈ 2-3 മണ്ഡലങ്ങൾ, എന്നാൽ വയനാടാണ് ഈ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നത്. അത്തരത്തിൽ മലപ്പുറത്തോട് ചേർന്ന് കിടന്ന മണ്ഡലത്തിൽ യാതൊരു വിധത്തിൽ ആദ്യം NDAക്കോ അല്ലെങ്കിൽ BJPക്കോ യാതൊരു വിധത്തിലുള്ള ഒരു സ്വാധീനമോ ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു. എന്നാൽ സ്ഥിതി വ്യത്യസ്തമായിരിക്കുന്നു. അത്തരത്തിൽ NDAക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു മണ്ണായി മലപ്പുറം മാറുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി അടക്കം അല്ലെങ്കിൽ സന്ദീപ് വാര്യർ അടക്കമുള്ള നേതാക്കൾ നമ്മളോട് സൂചിപ്പിക്കുന്നു. അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കാണുവാൻ സാധിച്ചത്. അതായത് ആ ഒരു തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ അല്ലെങ്കിൽ റോഡ് ഷോയിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകളുടെ പങ്കാളിത്തം അതും എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല NDAയുടെ വിവിധ കക്ഷികളടക്കം നിരന്ന് നിന്നുകൊണ്ട് അത്തരത്തിൽ NDAയുടെ കക്ഷികളടക്കം എത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണമാണ് വയനാട് മണ്ഡലത്തിൽ നടത്തുന്നത്. എന്തിനാ തന്നെയും മലപ്പുറത്തോട് ചേർന്ന് കിടക്കുന്ന ഈ മണ്ഡലങ്ങൾ 3 മണ്ഡലം ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ പര്യടനം തുടങ്ങേണ്ടതുണ്ട്. അതായത് നേരത്തെ തന്നെ 2 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർ ഒരുപടി മുൻപിൽ പ്രചാരണത്തിൽ എത്തി നിൽക്കുമ്പോൾ അതേ നാണയത്തെ തന്നെ തിരിച്ചടിക്കുവാൻ വേണ്ടി പ്രചാരണം ശക്തമാക്കുവാൻ വേണ്ടിയാണ് താൻ ഇത്രയും പെട്ടെന്ന് തന്നെ ഇവിടങ്ങളിലേക്ക് എത്തുന്നതെന്നും മാത്രമല്ല സാധാരണക്കാരുടെ കാര്യങ്ങൾ അറിയുവാനാണ് ഇത്തരം മണ്ഡലങ്ങൾ ഇപ്പോൾ തന്നെ സന്ദർശിക്കുന്നതെന്നുമാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. മാത്രമല്ല ഇത്തരം മണ്ഡലങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. മോദിയുടെ വികസന കാഴ്ചപ്പാടിലേക്ക് ജനങ്ങൾ എത്തിയിരിക്കുന്നു. ആ ഒരു വികസനം ഇനിയും വേണമെന്നുള്ള ഒരു ആവശ്യം വോട്ടർമാർക്കുണ്ടെന്നും അല്ലെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാർക്കുണ്ടെന്നും കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞു. അത്തരത്തിലുള്ള പ്രചരണ രീതികൾ, അതായത് മോദിയുടെ വികസന കാഴ്ചപ്പാട് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്കുള്ള പല കാര്യങ്ങളും, അതായത് ഉജ്ജൽ യോജനയാകട്ടെ അത്തരത്തിലുള്ള പദ്ധതികൾ, അത്തരത്തിലുള്ള എല്ലാ പദ്ധതികളും കൊണ്ടുവന്നതൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഗുണം ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് NDA ക്യാമ്പുള്ളത്. ഇതിനുശേഷം നാളെ വീണ്ടും അദ്ദേഹം മാനന്തവാടിയിലേക്ക് പോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് മാനന്തവാടി വയനാട്
വയനാട് എത്തുന്ന രാഹുൽ ഗാന്ധി മാനന്തവാടിയിൽ എത്തുകയും മാനന്തവാടി മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അർജുൻ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് കെ സുരേന്ദ്രൻ ആദ്യമായി ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം വയനാട്ടിൽ റോഡ് ഷോ നടത്താൻ എത്തിയ സമയത്ത് വലിയ രീതിയിലുള്ളൊരു ജനസ്വീകാര്യത അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഇതെല്ലാം ഈ സ്നേഹമെല്ലാം വോട്ടായി മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് വയനാട്ടിലെ ജനങ്ങൾ ഒരു മാറ്റം, ഒരു വികസനം അവർ പ്രതീക്ഷിക്കുമ്പോൾ. തീർച്ചയായും, അതായത് നിന്നിടത്തെല്ലാം വലിയ രീതിയിലുള്ള ഒരു വോട്ട് വിഹിതം കൂട്ടിയ ആളാണ് കെ സുരേന്ദ്രൻ. അത്തരത്തിൽ വയനാടൻ ജനതയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയുണ്ട്. മാത്രമല്ല കഴിഞ്ഞ MP-യുടെ ഭരണത്തിന് കീഴിൽ അല്ലെങ്കിൽ MP-യുടെ ആ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾ തന്നെ നേരിടേണ്ടി വന്നു. അതായത് ഇവിടെയുള്ള മെഡിക്കൽ കോളേജിന്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് ബോർഡിൽ മാത്രം മെഡിക്കൽ കോളേജ് ആവുകയും എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് മെഡിക്കൽ കോളേജ് മാറുകയും ചെയ്തു. ഇത് കേരള സർക്കാരിനെയും ഒരുപോലെ തന്നെ MP-യെയും ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു. പക്ഷേ ആരും ഇത്തരത്തിൽ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് വലിയ ഒരു വസ്തുത. മാത്രമല്ല വന്യമൃഗശല്യം, കൂടി വരുന്ന വന്യമൃഗശല്യം, അതായത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ്, കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ മരണപ്പെട്ടു. അതിന് മുമ്പ് തന്നെ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെടുന്നു. ഇത്തരത്തിൽ വിവിധ ആളുകൾ ഈ വന്യമൃഗശല്യം മൂലം അല്ലെങ്കിൽ വന്യമൃഗത്തിന്റെ ആക്രമണം മൂലം മരണപ്പെടുന്ന ഒരു സാഹചര്യം വയനാട്ടിലുണ്ടാകുന്നു. മാത്രമല്ല നമുക്കറിയാം ചുരം ബദൽ പാത, ഈ ചുരൻ ബദൽ പാത എന്ന് പറയുന്നതും യാതൊരു തരത്തിലുള്ള മുന്നോട്ടുള്ള നടപടിയും ഇതുവരെ പൂർത്തിയായിട്ടില്ല. നേരത്തെ തന്നെ വിവിധ സർവേകളൊക്കെ നടന്നിരുന്നെങ്കിലും ഇതുവരെയും ചുരൻ ബദൽ പാതയ്ക്ക് ഒരു തരത്തിലുള്ള ഒരു സമീപനവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല രാത്രിയാത്രാ നിരോധനം വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയാണ് രാത്രിയാത്രാ നിരോധനം. ഇതിനും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണേണ്ടത്. അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് വയനാട്ടുകാർ നേരിടുന്നത്. പ്രധാനമായും വയനാട്ടുകാർ നേരിടുന്നത് ഇത്തരത്തിലാണ് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വന്യമൃഗ ശല്യവും. ഇത്തരത്തിലുള്ള രണ്ട് പ്രശ്നങ്ങളാണ് പ്രധാനമായും വയനാട്ടുകാർ നേരിടുന്നത്. മാത്രമല്ല ഒരു റെയിൽവേ എന്ന് പറയുന്നത്, ഒരു ട്രെയിൻ ഗതാഗതം എന്ന് പറയുന്നത് നിരവധി തവണ വയനാട്ടുകാർ ഉന്നയിച്ച വിഷയമാണ്. അത്തരത്തിൽ ഒരു ട്രെയിൻ, അത്തരത്തിൽ റെയിൽവേ സർവീസുകളോ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ എത്തണമെങ്കിൽ ഇവിടെ നിന്നും ഒരു MP, ഇവിടെ നിന്നും BJP-യുടെ ഒരു MP പോകേണ്ടതുണ്ടെന്നാണ് BJP NDA ക്യാമ്പ് പറയുന്നത്. അത്തരത്തിൽ തന്നെയാണ് ജനങ്ങളടക്കം നമ്മളോടും പ്രതികരിച്ചത്. ആ ഒരു സാഹചര്യം നോക്കുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ ഒരു സ്വാധീനം അല്ലെങ്കിൽ തനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ജനങ്ങളെ ബോധിപ്പിക്കുവാൻ വേണ്ടിയാണ് കെ സുരേന്ദ്രൻ ഇത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ അടുത്തെത്തുന്നതും തനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും പറയുകയും, അതായത് വാഗ്ദാനങ്ങളല്ല, പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് ചെയ്യുക. അത്തരത്തിൽ മോദി സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ പ്രകടന പത്രികയിൽ പറഞ്ഞതെല്ലാം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ആ ഒരു കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ പ്രചാരണം നടത്തുന്നത്. അതിനാ